ഇതാണ് നമ്മൾ ഇന്ന് പൊളിക്കാൻ പോണ 600 വർഷം പഴക്കമുള്ള തറവാടക. തറവാടകയല്ല, തറവാട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പൊളിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. അയ്യോ എന്റെ മുതലാളി എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. പൊളിക്കുമ്പോഴല്ല സൂക്ഷിക്കേണ്ടത്, കെട്ടി പൊക്കുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതല്ലെന്ന് ഈ ആൾക്കാർ പറയണ കേട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് പ്രേതബാധകളുടെ ശല്യം ഉണ്ടെന്നൊക്കെ കൊല്ലിക്കാൻ കൊണ്ടുവന്നാ ഞങ്ങളെ. എടാ നിങ്ങൾ അങ്ങനെ പേടിക്കാതെ. എനിക്ക് പ്രേതങ്ങളെ ഒന്നും പേടിയില്ല. 24 മണിക്കൂർ ഞാൻ നിങ്ങളുടെ കൂടെ ഈ പ്രേതങ്ങളുടെ കൂടെയാണല്ലോ നടക്കണം. ഞങ്ങൾക്കും പ്രേതങ്ങളെ പേടിയില്ല. അതിനാ ഞങ്ങളുടെ കൂടെ ട്രാക്കുള ഉണ്ടല്ലോ. എവിടെ വേണ്ട. പിന്നെ വേറൊരു കാര്യം, പഴയ കെട്ടറായോണ്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നിരിക്കും. എന്ത് സാധനം കിട്ടിയാലും അത് മുതലാളിക്ക് തന്നെ. അതെന്തൊരു സ്വഭാവം മുതലാളി? കഷ്ടപ്പാട് മൊത്തം നമുക്ക്, മുതൽ മൊത്തം മുതലാളിക്ക്. അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ മുതലാളിയല്ല മുതലാളി, മുതലാളി ഞങ്ങളുടെ മുതലാളിയല്ലേ. എന്റെ മുതലാളി എന്നാ വർത്താനം പറഞ്ഞു? ഈ രാജാവിന്റെ അല്ലേ കൊട്ടാരം? രാജാവല്ലേ ഇതിന്റെ മുതലാളി? മുതലാളിക്ക് എന്തിനാ തരുന്നേ? മുതലാളി അടികൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മുതലാളിയോ? നടക്കരുത്. ഞാൻ നിങ്ങളുടെ ആരായിട്ട് വരും? മുതലാളി. അത്രേ ഞാൻ പറയാനുള്ളൂ. എന്ത് സാധനം കിട്ടിയാലും അത് എനിക്ക് തന്നെ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഷീലയോട് ചോദിച്ചു നോക്ക്. പറയണ്ട, ഞങ്ങൾക്കല്ല അറിയാം. ശീല മുതലാളിക്കുള്ളതാന്ന് അറിയാം. ഇവിടെ എന്ത് കിട്ടിയാലും മുതലാളിക്കുള്ളതാ. Look at that. Come on. ഈ ചിന്തിച്ചിരിക്കുന്ന ആളെ കണ്ടോ? ഇതാരാന്നറിയാമോ? ഈ തറവാട്ടിൽ പണ്ട് നാഗവല്ലി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഒരു സ്ത്രീ. അവര് മരിച്ചുപോയി, അവരുടെ പ്രേതം ഉണ്ടാവും. കാരണം ഒരു ഡാൻസുകാരനുമായിട്ട് ചെറിയ ലവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഇരിക്കണത്. മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ടോ മുതലാളി? അല്ല, മണിച്ചിത്രത്താഴ് ഇവിടെ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയണത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരും ഇത് പൊളിക്കാനായിട്ട് അകത്തേക്ക് കയറരുത്. ആരെങ്കിലും ഒരാളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ വേണം, മനസ്സിലായോ? അപ്പൊ ഒറ്റയ്ക്ക് പോകരുത്. അപ്പൊ നിലവറയിലോട്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകാമല്ലോ. അത് ഞാൻ പറയാം. ഇവിടെ 4 നിലവറയുണ്ട്, A, B, C, D. ഈ 4ലും ഞാനേ കയറുള്ളൂ, നിങ്ങൾ ആരും കയറണ്ട. ഞാൻ ആദ്യം ഏതിൽ കയറുമെന്നറിയാമോ? Aയിൽ കയറും. അതെനിക്ക് മുതലാളി പറഞ്ഞ റൂട്ട് കണ്ടപ്പോഴേ മനസ്സിലായി. മുതലാളിക്ക് ആയോടാണല്ലോ പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുതേ. ഒറ്റയ്ക്ക് പോകത്തില്ല. ശീലേവാ, നമുക്ക് പേരെ വിളിക്കാം. ശീല ഇവിടെ ഒന്നും. നിങ്ങൾ രണ്ടുപേരും ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് നമ്മൾ രണ്ടുപേരും ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, എന്ത് സാധനം കിട്ടിയാലും മുതലാളിക്കുള്ളതാ. അത് മറക്കരുത്.